നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ഞരങ്ങുന്ന വിഷയത്തിന് ദൈവത്തിന് മറുപടി തരുവാൻ കഴിയുന്നതിന് കാരണം ദൈവം ഒരു സങ്കല്പമല്ല, ദൈവം ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഞങ്ങൾ വിളിച്ചു പറയുന്നവൻ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ചു. മരണം കൊണ്ട് യേശു അവസാനിച്ചില്ല. യേശു മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റു. അവനൊന്നും ജീവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പോടൊരു കാര്യം പറയുവാൻ കഴിയും. വിഷയങ്ങൾ ഏതുമാകട്ടെ, പ്രതിസന്ധികൾ ഏതുമാകട്ടെ, നിരാശകൾ ഏതുമാകട്ടെ, കടഭാരങ്ങൾ എങ്ങനെയുള്ളതുമാകട്ടെ, തലമുറയുടെ വിഷയങ്ങൾ, കുടുംബത്തിന്റെ വിഷയങ്ങൾ എങ്ങനെയുള്ളതുമാകട്ടെ, നിങ്ങൾക്ക് വിടുവിക്കപ്പെടുവാൻ കഴിയാത്ത വിഷയങ്ങളാകട്ടെ, മദ്യപാനത്തിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന് അപ്പുറത്ത് കിടക്കുവാൻ ആഗ്രഹിച്ചിട്ടും പുറത്ത് കിടക്കുവാൻ കഴിയാത്ത വല്ലാത്ത അവസ്ഥകളാകട്ടെ, ദൈവത്തിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. കാരണം ദൈവം ജീവനുള്ളവനാ, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നവനാ, നിങ്ങളെ അറിയുന്നവനാ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളൊരു പക്ഷെ പ്രാർത്ഥിക്കുന്നവരാകാം, നിങ്ങളൊരു പക്ഷെ ദൈവത്തിൽ നിങ്ങൾ ഭക്തിയുള്ളവരാകാം. കാരണം നമ്മുടെ കൊച്ചു കേരളത്തിലെ ആളുകൾ എല്ലാവരും മദ്യപാനികളോ എല്ലാവരും തകർന്നവരോ ഒന്നും അല്ല. മാന്യമായ കുടുംബജീവിതം നയിക്കുന്നവർ. ഇനി മദ്യപിക്കുന്നവരാണെങ്കിൽ പോലും കുടുംബത്തിലെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടത്തുന്ന ആളുകളാ. അതിൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ രണ്ടും കെട്ടവരായി കുടുംബവും തകർത്ത് തലമുറകളെയും തകർത്ത് സ്വയവും തകർന്ന് ജീവിക്കുന്നവരായിട്ടുള്ളൂ. ഏതൊരവസ്ഥയാണെങ്കിലും ആ മനുഷ്യന്റെ ആത്മാവിന് നാശം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ പുറത്തു വരുവാൻ കഴിയാത്തവരാണ് എങ്കിൽ പോലും ഞാൻ ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവസങ്കല്പം നിങ്ങളെ അറിയാമോ? നിങ്ങളുടെ വേദനകൾ അറിയാമോ? നിങ്ങളുടെ ഞെരുക്കങ്ങൾ അറിയാമോ? നിങ്ങളുടെ പേരറിയാമോ? നിങ്ങൾ എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ദൈവത്തെ അറിയാം. എന്റെ ചോദ്യം, ദൈവത്തിന് നിങ്ങളെ അറിയാമോ എന്നുള്ളതാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദിജിയെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ധരിക്കുന്ന വസ്ത്രം അറിയാം, അദ്ദേഹം യാത്ര ചെയ്യുന്ന ഇടങ്ങളറിയാം. ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ ഓരോ ദിവസവും വാർത്താമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ അദ്ദേഹത്തിന് നമ്മളെ അറിയത്തില്ല. പേഴ്സണലായി, വ്യക്തിപരമായി നമ്മളെ ആരെയും അദ്ദേഹത്തിന് അറിയത്തില്ല. ഇങ്ങനെയാണോ നമ്മുടെ ദൈവിക വിശ്വാസം? നമ്മളെ അറിയാത്ത, നമ്മുടെ വേദനകൾ അറിയാത്ത, നമ്മുടെ ഞരക്കങ്ങൾ അറിയാത്ത, നമ്മുടെ ആത്മാവിന്റെ വിധകൾ അറിയാത്ത ഒരു ദൈവസങ്കല്പത്തെയാണോ നാം ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ചോദിക്കുന്നത് നല്ലതാ. ഇവരെ ശ്രദ്ധിക്കണമേ. ഇവിടെ ഈ മനുഷ്യർ ഇവർ പാടി ആരാധിക്കുമ്പോൾ സൂപ്പർ നാച്ചുറലായ ഒരു സംഭവം നടക്കുകയാണ്. അങ്ങനെ ആ സംഭവം നടക്കുമ്പോൾ ആ കാരാഗൃഹത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. അങ്ങനെ ചങ്ങലകൾ അഴിഞ്ഞു വീണപ്പോൾ ആ കാരാഗൃഹം സൂക്ഷിക്കുന്ന മനുഷ്യൻ, കാരാഗൃഹത്തിന്റെ പ്രമാണി, ആ ജയിലർ, അദ്ദേഹം അകത്തേക്ക് ചാടി വീണു. ഒരു വാളെടുത്ത് സ്വയം കൊല്ലുവാൻ തുടങ്ങി. അതെന്താ കാര്യം? അദ്ദേഹം ഓർത്തത് കാരാഗൃഹത്തിന്റെ അകത്തുള്ള എല്ലാവരും രക്ഷപ്പെട്ട് കാണാം. റോമൻ കാരാഗൃഹമാണ്. അവിടുത്തെ ഒരു പ്രത്യേകത, ഒരു പടയാളിക്ക് തന്റെ ഡ്യൂട്ടിയിൽ വീഴ്ച വന്നാൽ ആ മനുഷ്യനെ മറ്റുള്ള പടയാളികളുടെ മുൻപിൽ വെച്ച് ന്യായവിസ്താരം നടത്തും. എന്നിട്ട് ആ പടയാളികളുടെ മുൻപിൽ വെച്ച് തന്നെ അവനെ അഗ്നിക്കിരയാക്കും. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കൊരു പാഠമാകേണ്ടതിന് അവരുടെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയാൽ പരസ്യമായി കത്തിച്ചു കൊല്ലും. അങ്ങനെ സാഹചര്യം ഉണ്ടാകാതിരിക്കേണ്ടതിന് ഈ കാരാഗൃഹം തകർന്ന് ഇതിന്റെ അകത്തുള്ള കുറ്റവാളികൾ മുഴുവൻ രക്ഷപ്പെട്ട് താൻ കത്തിച്ചാമ്പലാകുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യാമെന്ന് കരുതി ആ മനുഷ്യൻ വാളെടുത്തുകൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുക എന്ന് ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന എന്റെ ബഹുമാനിയ പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയട്ടെ. പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്തുമാകട്ടെ, ആത്മഹത്യ അതിനൊന്നും ഒരു പരിഹാരമല്ല. അതെന്തിനാ ഇവിടെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ ഈ പോകുന്ന ഇടങ്ങളിലൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുക.
കഴിഞ്ഞ ദിവസം ഞാൻ ഊന്നുകല്ല് നമ്പൂരിക്കുപ്പ് എന്ന സ്ഥലത്ത് പ്രസംഗിക്കുവാനായി മൈക്ക് എടുത്തപ്പോൾ ആ നിമിഷം അപ്പുറത്ത് സംഭവിച്ചൊരു കാര്യം, ഒരു യൗവനക്കാരൻ അവിടെ ആത്മഹത്യ ചെയ്തു. 10,000 രൂപ കടം കൊടുക്കുവാനുള്ള ആരോ വന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് പണത്തിനു വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അഭിമാനത്തിനേറ്റ ക്ഷതം മൂലം അദ്ദേഹം അകത്തേക്ക് കാട്ടിലേക്ക് മാറി ആത്മഹത്യ ചെയ്തു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത് ഞങ്ങളുടെ ഒരു പരിചയത്തിലുള്ളതാണ്. മേഘപ്പാലിൽ കഴിഞ്ഞ ദിവസം പണം കൊടുക്കുവാൻ മാർഗമില്ലാതെ ആ അരുവപ്പാറ ഭാഗത്ത് ഒരു സഹോദരി ആത്മഹത്യ ചെയ്ത് 38 വയസ്സ്. കഴിഞ്ഞ ദിവസം മേക്കപ്പാൽ അരുവപ്പാറ അതേ ഭാഗത്ത് ഒരു സഹോദരി ഓൺലൈൻ തട്ടിപ്പിൽ 1 മണിക്കൂർ കൊണ്ട് 1,70,000 രൂപ നഷ്ടപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് ആത്മഹത്യക്ക് അവസാന നിമിഷം എന്നെ ഒന്ന് വിളിച്ചു. ഞാൻ ആ സഹോദരിയെ ചെന്ന് കൊണ്ടുവന്നു. ആത്മഹത്യ പ്രവണത പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മാറി. പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ എത്രയോട്ട് നമ്മുടെ ജീവിതം ഒന്ന് അവസാനിച്ചിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കയറെടുക്കാതിരുന്നത്, വെള്ളത്തിൽ ചാടാതിരുന്നത്, നാട് വിട്ടു പോകാതിരുന്നത്, റെയിൽവേ പാളം കണ്ടെത്തിയതിൽ ചാടാതിരുന്നത്, ഒരു മരത്തിൽ ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കാതിരുന്നത്, വായിൽ കുടുക്കിടാതിരുന്നത്, മരണത്തെ ഭയമുള്ളതുകൊണ്ടും കുഞ്ഞുങ്ങളുടെ മുഖം നമ്മുടെ മനസ്സിൽ വന്നതുകൊണ്ടുമൊക്കെയാ. എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, മരിക്കരുത്. നിങ്ങൾക്കൊരു ഭാവിയുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച, നിങ്ങൾക്ക് വേണ്ടി മരിച്ച, നിങ്ങൾക്ക് വേണ്ടി ഉയർത്തൊരു ദൈവമുണ്ട്. അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ള സദ്വർത്തമാനം എന്നുള്ളത്. ശ്രദ്ധിക്കണമേ, ഈ ജയിലറ് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ അപ്പോസ്തലന്മാരായ പൗലോസും ശീലാസും അവരെ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് പറയാണ്, ആത്മഹത്യ ചെയ്യരുതേ, സ്വയം മരിക്കരുതേ. അവൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അവൻ ആ സന്ദർഭത്തിൽ ഒരു ചോദ്യം ചോദിച്ചു, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? അത് വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ആ വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, രക്ഷ പ്രാപിക്കണം. എന്താണ് ഈ രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ? പല ആളുകളും ചിന്തിച്ചേക്കുന്നത്, ഭൂമിയില് നല്ല വീടുണ്ടായാൽ, കാറുണ്ടായാൽ, നല്ലൊരു ഭാര്യയെ കിട്ടിയാൽ, നല്ല 2 കുഞ്ഞുങ്ങളെ കിട്ടിയാൽ, ഒരു ശരാശരി മലയാളിയുടെ ഒരു ചിന്ത, ഒരു വീട് വേണം, കാറ് വേണം, ജോലി വേണം, ഭാര്യ വേണം, കുഞ്ഞുങ്ങൾ വേണം, എല്ലാം ആയി എന്ന ചിന്തയാണ്. അപ്പനെയും അമ്മയും പോലും മറക്കുന്ന ഒരു മലയാളി സമൂഹമാണ് ഈ കാലഘട്ടത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രക്ഷ നമ്മുടെ ആളുകൾ ചിന്തിക്കുകയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു മനുഷ്യനൊരു ലോട്ടറി എടുത്തെന്നിരിക്കട്ടെ, ആ ലോട്ടറി അടിച്ച നാട്ടുകാർ പറയുന്ന ഒരു വാചകമുണ്ട്, അവൻ രക്ഷപ്പെട്ടു, അവൻ രക്ഷപ്പെട്ടു. ആ ലോട്ടറി അടിച്ച് അദ്ദേഹം ഒരു കാർ മേടിച്ചു വന്നിരിക്കട്ടെ, ആ കാർ ലെൻസ് റോഡിൽ കൂടെ പാഞ്ഞു പോവുകയാ. ഒരു സൂപ്പർവാശി വന്നിട്ട് ഇടിച്ചു, അദ്ദേഹം ബോധരഹിതനായി, വണ്ടി മുഴുവൻ തകർന്നു, ഡ്രൈവർ സീറ്റിൽ ഷീറിംഗിൽ കുടുങ്ങി അദ്ദേഹം കിടക്കുമ്പോൾ ആളുകൾ വന്ന് വെട്ടിപ്പൊളിച്ച് അദ്ദേഹത്തെ എടുത്ത് രാജഗിരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെന്റിലേറ്ററിൽ കിടക്കുമ്പോ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, രക്ഷപ്പെടുമോ? അപ്പം ആദ്യം പറഞ്ഞതാ രക്ഷപ്പെട്ടു, ഇപ്പം പറയുന്നതാ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? അതും ചോദിക്കല്ലേ. അപ്പൊ ഈ ഭൂമിയിലെ രക്ഷയൊക്കെ ഇത്രയേ ഉള്ളൂ. മരണം കൊണ്ട് അവസാനിക്കുന്ന, രോഗം കൊണ്ട് അവസാനിക്കുന്ന ഒരു രക്ഷയെ ഭൂമിയിലുള്ളൂ. പ്രത്യേകിച്ച് ഈ 2 ഡോസ് വാക്സിനൊക്കെ എടുത്തവർക്കറിയാം. 3ാമത് ബൂസ്റ്റർ വാക്സിനൊക്കെ എടുത്ത് ആളുകളോട് ചോദിച്ചാൽ അറിയാം, ചെറുപ്പക്കാർ വീണ് മരിക്കുകയാ. ഇതൊക്കെ ലോകത്തിന് സംഭാവന ചെയ്ത ബിൽ ഗേറ്റ്സിനെ പോലുള്ളവർ ഈ വാക്സിനൊന്നും എടുത്തിട്ടില്ല. അതൊക്കെ വലിയ തന്ത്രപരമായ പരിപാടികളായിരുന്നു. നമ്മളെ കൊണ്ടെല്ലാം വാക്സിൻ എടുപ്പിച്ചു. വെളിയിൽ ഇറങ്ങണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം, വണ്ടി പോകണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം, കടയിൽ ചെല്ലണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം, ബസ്സിൽ കയറണമെങ്കിൽ, വിമാനത്തിൽ കയറണമെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും പണം മുടക്കി അല്ലെങ്കിൽ പണം മുടക്കാതെ ഒക്കെ ആ വാക്സിൻ എടുത്തു. അങ്ങനെ വാക്സിൻ എടുത്ത ആളുകളെല്ലാം ഇപ്പോൾ വീണ് ചത്തുകൊണ്ടിരിക്കുകയാ. അപ്പോൾ എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം, എപ്പോ വേണമെങ്കിലും തകർച്ചകൾ സംഭവിക്കാം.
എപ്പോൾ വേണമെങ്കിലും ഇവിടുത്തെ രക്ഷ എന്നുള്ളത് അവസാനിക്കാം. ഇവിടുത്തെ മരണം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയതെല്ലാം വിട്ടേച്ചു പോകേണ്ടി വരും. ഇങ്ങനെയല്ലേ? ഇന്ന് തന്നെ ഇവിടെ നിന്ന് ശ്രദ്ധിക്കൂ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ എന്ന് പറഞ്ഞ പലതും നമ്മൾ വിറ്റ് പലർക്കും കൊടുക്കില്ലേ? അവിടെയൊക്കെ പല വീട്ടുകാർ വന്ന് താമസം ആരംഭിച്ചില്ലേ? അപ്പൊ ഇതൊന്നും എല്ലാ കാലത്തും നമ്മുടെയല്ല. അപ്പോൾ ഇന്ന് ഈ രാത്രിയിൽ ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്തിന് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട്. ഏത് രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് പകലായിക്കൊള്ളട്ടെ, ഒരു ചങ്കിന് വേറെ വന്നാൽ തീർന്നില്ലേ? ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നോക്ക്, പനി വരുന്നത് പോലെ ക്യാൻസറാ. ഉദാഹരണം ഞാൻ പറയാം. കോട്ടപ്പടിയിൽ നിന്ന് പ്ലാമുടിക്ക് കിടക്കുന്ന വഴിയിലേക്ക് നിങ്ങൾ പോകണം. ഓരോ വീട്ടിൽ വന്ന് കയറി നോക്കണം. എല്ലാ വീട്ടിലും ഒരു ക്യാൻസർ രോഗിയുണ്ട്. എന്താ കാര്യം? എല്ലായിടത്തും ക്യാൻസർ വരിക. ഞങ്ങളിങ്ങനെ പ്രസംഗിക്കുകയും വീടുകളിൽ കയറുകയും ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കറിയാം. എനിക്ക് കൂത്താട്ടുകുളത്തൊരു സ്ഥലം അറിയാം. അവിടെ എല്ലാ വീട്ടിലും ഒരു വിധവയുണ്ട്, അല്ലെങ്കിൽ ഭാര്യ മരിച്ച ഒരു മനുഷ്യനുണ്ട്. അപ്പോൾ തന്നെ മറ്റൊരു സ്ഥലം എനിക്കറിയാം. അവിടെ ഒരു പ്രത്യേകത, എല്ലാ വീട്ടിലും ഒരു മാനസിക രോഗിയോ ഭ്രാന്തനോ ഉണ്ട്. കണ്ടോ? ഇങ്ങനെ എല്ലാ ഇടങ്ങളിൽ ശാപം പെരുകിയിരിക്കുകയാണ്, മരണം പെരുകി നിൽക്കുകയാണ്. ഇന്ന് രാത്രി നാം മരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അങ്ങോട്ട് വിട്ട ശ്വാസം ഇങ്ങോട്ട് വിട്ടില്ലെങ്കിൽ ഒരു വെള്ളത്തുണിയിൽ പൊതിയും. ഇനി നമ്മുടെ മക്കളൊക്കെ വിദേശത്താണെങ്കിൽ നമ്മുടെ ബോഡി കൊണ്ട് പെരുമ്പാവൂരിലോ കോതമംഗലത്തോ മോർച്ചറിയുള്ള ഇടത്തുകൊണ്ട് വെക്കും. എന്നിട്ട് മക്കൾ വരുമ്പോൾ അത് മൊബൈൽ മോർച്ചറിയിൽ വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ ആചാരമനുസരിച്ച് അത് കത്തിക്കലാണെങ്കിൽ അങ്ങനെ, കുഴിച്ചിടലാണെങ്കിൽ അങ്ങനെ ആ ശവസംസ്കാരം നടക്കും. ശരിയല്ലേ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ മരണത്തിന് ശേഷം ഇവിടെ എന്ത് ആചാരങ്ങൾ നടത്തിയാലും എന്ത് അനുഷ്ഠാനങ്ങൾ നടത്തിയാലും ഒരു പ്രയോജനവുമില്ല. ഒരു പ്രാർത്ഥനയ്ക്കും പിന്നെ നമ്മെ നിത്യതയിലെത്തിക്കുവാൻ കഴിയുകയില്ല. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരുവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പോൾ മരണത്തിനപ്പുറത്ത് ഒന്നും ചെയ്യുക അസാധ്യമാണ് എന്ന് ഞങ്ങൾ എടുത്തൊരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ. ശ്രദ്ധിക്കണമേ, ഇന്ന് നമ്മൾ മരിച്ചാൽ നിങ്ങളത് ഒരു നിമിഷം എടുത്ത് ചിന്തിക്കണം. ഇന്ന് ഞാൻ മരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു ഭൂമിയിൽ ഇടിയത്തില്ല. ഇവിടെ ആകാശത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ സമുദ്രങ്ങൾ ഇങ്ങനെ തന്നെ ഒഴുകും, കാറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും, ഈ വൃക്ഷങ്ങളെല്ലാം ഇങ്ങനെ തന്നെ നിൽക്കും. ഈ കാണുന്നതെല്ലാം ഒരു മാറ്റവുമില്ലാതെ ഇതുപോലെ തന്നെ തുടരും. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ വന്ന് ആ ശവസംസ്കാരം നടത്തി അല്പം കഴിയുമ്പോൾ തന്നെ അവർ ആ ചായയും ബിസ്ക്കറ്റും അതേ ഉഴുന്നുവടയും ഒക്കെ കഴിച്ച് അവരൊക്കെ ചിരിച്ചുകൊണ്ട് അവരുടെ സ്വന്തം ഇടങ്ങളിലേക്ക് പിരിഞ്ഞു പോകും. ഭാര്യയുടെ മനസ്സിൽ, മക്കളുടെ മനസ്സിൽ, ഭർത്താവിന്റെ മനസ്സിൽ മാത്രം ആ ചിന്തകൾ കിടക്കും. നമ്മളൊരു ഫോട്ടോയായി അവസാനിക്കും. ആ ഫോട്ടോ പോലും അടുത്ത പെയിന്റിങ്ങിന് മാറ്റിക്കളയും. കേട്ടോ, തീർന്നില്ല. ആ ശവസംസ്കാരം നടക്കുന്ന അന്ന് വൈകുന്നേരം തന്നെ കുഞ്ഞുങ്ങൾ പറയും, മമ്മി അല്ലെങ്കിൽ പപ്പേ, ഞങ്ങൾക്ക് അവധിയില്ല, ഞങ്ങൾ മടങ്ങിപ്പോവുകയാ. അവർക്ക് ഉപജീവനം വരിക. അവരെല്ലാം അവരുടെ ഇടങ്ങളിലേക്ക് മടങ്ങിപ്പോകും. ഇത്രയോട് നമ്മുടെ അധ്വാനമെന്ന് ഓർത്തോകട്ടെ, ഇത്രയോട് ഇവിടുത്തെ ജീവിതമെന്ന് ഓർത്ത് അഹങ്കരിക്കുവാൻ, പുകഴുവാൻ ഇവിടെ ഒന്നുമില്ലെന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവർ ഒന്ന് കേട്ടാൽ, ഒന്ന് മനസ്സ് വെച്ച് ശ്രദ്ധിച്ചാൽ നന്ന് ശ്രദ്ധിക്കുക. ഈ അകത്തേക്ക് കയറിയ കാരാഗൃഹത്തിന്റെ പ്രമാണി ജയിലർ പറയാണ്, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? സത്യസന്ധമായി പറഞ്ഞാൽ ഈ കാരാഗൃഹത്തിൽ കിടക്കുന്നവരാണ് ഈ ജയിലറോട് ചോദിക്കുന്നത്, രക്ഷപ്പെടാൻ ഞങ്ങൾ എന്തോ ചെയ്യണമെന്ന്. ഇവിടെ ജയിലറ് കാരാഗൃഹത്തിൽ കിടക്കുന്ന കുറ്റവാളികളോട് ചോദിക്കുകയാണ്, രക്ഷപ്പെടാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പോൾ ആ രക്ഷ സാധാരണ രക്ഷയല്ല. ഇവിടെ പണം കിട്ടുന്ന, വീട് കിട്ടുന്ന, കാറ് കിട്ടുന്ന രക്ഷയല്ല. ആ രക്ഷയുടെ പ്രത്യേകത ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. ഏതാണ് ആ ശിക്ഷ? പാപത്തിന്റെ ആ വലിയ ശിക്ഷ, ആ നരക ശിക്ഷ. ആ ശിക്ഷയിൽ നിന്ന്, ആ മരണശിക്ഷയിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്ന കാര്യമാണ് ഇവിടെ ഇവർ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടിയ രക്ഷ എന്താണ്? ഇവിടെ ശരീരത്തിന്റെ രക്ഷ എത്ര ഉണ്ടായാലും അതൊക്കെ അവസാനിച്ചു പോകും. എത്ര മരുന്ന് കഴിച്ചാലും, എത്ര ശരീരം നോക്കിയാലും,
എത്ര ജിമ്മിൽ പോയാലും, എത്ര വർക്കൗട്ട് നടത്തിയാലും, എത്ര ഡയറ്റ് ക്രമീകരിച്ചാലും ആ ശരീരത്തിന്റെ രക്ഷയൊക്കെ പ്രായം വരുമ്പോൾ അതിന്റെ ബന്ധങ്ങളൊക്കെ വേർപ്പെടും. അതൊക്കെ ദ്രവത്വമുള്ളതാണ്. അപ്പോൾ ഈ ശരീരത്തിന്റെ രക്ഷയ്ക്ക് എന്ത് കാണിച്ചാലും അതിനൊരു പരിധിയുണ്ട്. പിന്നെ എന്താണ് രക്ഷ? പാപത്തിൽ നിന്നുള്ള രക്ഷ, ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ, പാപത്തിന്റെ ഫലമാകുന്ന നരകവിധിയിൽ നിന്നുള്ള രക്ഷ. അപ്പോൾ ഒരു പക്ഷെ ചോദിക്കാൻ, എന്താണ് പാപം? ആരാണ് പാപി? എങ്ങനെയാണ് പാപം വന്നത് എന്ന ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ഇത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേകതയല്ല. ഞാനിവിടെ പ്രസംഗിക്കുന്ന പ്രഭാഷകന്റെ ഏതെങ്കിലും ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന സംഭവമല്ല. മനുഷ്യന്റെ സൃഷ്ടി പരിശോധിക്കണം. മനുഷ്യന്റെ സൃഷ്ടി ദൈവത്തിന്റെ കരാങ്കുലികൾ കൊണ്ടാണ്, അല്ലാതെ ഇവിടെ ശാസ്ത്രം പറയുന്ന പരിണാമമല്ല. ഇവിടെ ശാസ്ത്രം പറയുന്ന ബിഗ് ബാങ്ങിലൂടെയല്ല ഈ പ്രപഞ്ചമുണ്ടായത്. അങ്ങനെ ആർക്കെങ്കിലും ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഈ പ്രഭാഷണം കഴിയുമ്പോൾ നിങ്ങൾ വന്ന് ഞങ്ങളോട് സംസാരിക്കണം. ഞങ്ങൾ കൃത്യമായ മറുപടി ശാസ്ത്രീയ അവബോധത്തോട് തന്നെ പറയുവാൻ ഞങ്ങൾക്ക് മനസ്സാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായി സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ ഒറ്റ വാചകം പറഞ്ഞ് ഈ പ്രഭാഷണത്തിൽ അതൊക്കെ വിവരിക്കുക, അതൊക്കെ തെളിയിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഒറ്റ വാചകം പറയാം. പരിണാമത്തിലല്ല മനുഷ്യൻ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം മാത്രം ഉണ്ടാകണം. പരിണാമം എവിടെ വെച്ച് അവസാനിച്ചു? എന്തുകൊണ്ടാണ് നിന്നുപോയത്? ഇപ്പോഴതുണ്ടോ? ആണും പെണ്ണുമായി എന്നാണ് തിരിഞ്ഞത് എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം. 2, ബിഗ് ബാങ്ങിലൂടെയാണ് ഇതുണ്ടായതെങ്കിൽ അതിന്റെ ആദ്യ കാരണത്തിന്റെ മൂല കാരണം എവിടുന്നാണ് വന്നത്? ആദ്യ ശക്തി ഊർജ്ജം എവിടുന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത്? ആ പൊട്ടിത്തെറിക്കുവാനുള്ള അല്ലെങ്കിൽ വികസിക്കുവാനുള്ള കണം എവിടെ നിന്നാണ് ഉണ്ടായത്? ആരാണ് ഉണ്ടാക്കിയത് എന്നൊരു ഉത്തരം പറയണം. അതുകൊണ്ട് ഞങ്ങൾ അഭ്യാസം വിടുകയാ. അവൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ. ദൈവം മനുഷ്യനെ എങ്ങനെ സൃഷ്ടിച്ചത്? നിലത്തെ പൊടിയിൽ നിന്ന്. ശാസ്ത്രം പറയുകയാണ്, നിലത്തെ പൊടിയിലുള്ള എല്ലാ ഘടകങ്ങളും നമ്മുടെ ശരീരത്തിനുണ്ട് പോലും. അങ്ങനെയാണെങ്കിൽ ബൈബിൾ പറഞ്ഞത്ര സത്യമായ കാര്യമാണ്. ഇവിടെ ഒരു മതത്തിനും അതിനെ നിഷേധിക്കുവാൻ കഴിയുകയില്ല. ഒരു ശാസ്ത്രത്തിനും അതിനെ നിഷേധിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവം അവനെ ഏതന്റെ പർദീശയിലാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് ജീവിക്കേണ്ടതിന് ദൈവം സൃഷ്ടിച്ച, ദൈവം ഉണ്ടാക്കിയ തോട്ടത്തിലാക്കി വെച്ചു. എന്തിനാക്കി വെച്ചത്? അവിടെ തോട്ടം കാക്കാനും രാവിലെ കിളയ്ക്കാനും വെള്ളം കോരി ഒഴിക്കാനും ഒന്നുമല്ല. തോട്ടം കാക്കാനും അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാനാണ് അവനെ ആക്കി വെച്ചത്. പക്ഷേ ദൈവത്തിന്റെ കൽപ്പന അവൻ ലംഘിച്ചു. അതുകൊണ്ടെന്താ കുഴപ്പം? ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ മരണമില്ലാതിരുന്ന, പാപമില്ലാതിരുന്ന, രോഗമില്ലാതിരുന്ന, ശാപമില്ലാതിരുന്ന മനുഷ്യൻ പാപിയായി, ശാപമുള്ളവനായി, മരണമുള്ളവനായി, തേജസ് നഷ്ടപ്പെട്ടവനായി, ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്തവനായി. അങ്ങനെ ദൈവത്തോട് അടുക്കുവാൻ കഴിയാത്ത മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ ദൈവത്തിലേക്ക് അടുക്കുവാൻ ശ്രമിക്കുന്ന ശ്രമത്തിന്റെ പേരാണ് മതം. അതവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ എന്തെല്ലാം പരിപാടികളാണ്. അതേ കുരിശി ചുമക്കുന്നു, മലയുടെ മുകളിലേക്ക്, മലകളിലേക്ക് യാത്ര ചെയ്യുന്നു, അതേ പുണ്യ സ്ഥലങ്ങളിലേക്ക് പോകുന്നു. ഇടിവെട്ടിക്കുന്ന ദൈവത്തെ വെടികൊണ്ട് പ്രസാദിപ്പിക്കുവാൻ, മെഴുകുതിരി കാലുകൾ കൊണ്ട് സൂര്യനെ നിർമ്മിച്ച ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ, ചന്ദന മരങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ചന്ദനത്തിരികൾ കൊണ്ട് പ്രസാദിപ്പിക്കുവാൻ, എണ്ണ പാടങ്ങളെ ഉണ്ടാക്കിയ ദൈവത്തെ അല്പം എണ്ണത്തിരി കൊണ്ട് പ്രസാദിപ്പിക്കുവാനൊക്കെ മനുഷ്യൻ ഇങ്ങനെ ശ്രമിക്കുക. അങ്ങനെ മതമുണ്ടായപ്പോൾ നമ്മൾ പാട്ടുകാർ പാടി കേട്ടില്ലേ? മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങളും ദൈവങ്ങളും മനുഷ്യനും കൂടി മണ്ണ് പങ്കുവെച്ചു. അങ്ങനെ മനുഷ്യൻ മതങ്ങളെ ഉണ്ടാക്കിയപ്പോൾ മതങ്ങളെ നിയന്ത്രിക്കുവാൻ മതപുരോഹിതന്മാർ അത് രംഗപ്രവേശം ചെയ്തു. അവർ ആചാരങ്ങൾ ഉണ്ടാക്കി, അനുഷ്ഠാനങ്ങൾ ഉണ്ടാക്കി, മനുഷ്യനെ തട്ടുകളാക്കി, ജാതികളാക്കി, വർണ്ണവ്യവസ്ഥയുണ്ടാക്കി. അങ്ങനെ ഇവിടെ മനുഷ്യൻ വേർപെട്ടുപോയി. തീർന്നില്ല, മനുഷ്യൻ തമ്മിൽ വേർപെട്ട് പോട്ടെ, അതിനപ്പുറത്തേക്ക് സത്യദൈവത്തിൽ നിന്ന് അവരെ അകറ്റിക്കളഞ്ഞു. കാരണം കർമ്മം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നുള്ള ആ മിഥ്യാധാരണ മനുഷ്യനുണ്ടാക്കിയിട്ട് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ അവന് ദൈവത്തോട് അടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ സാക്ഷാൽ ദൈവം മനുഷ്യനായി താണഭൂമിയിലേക്ക് വെളിപ്പെട്ടു. അവന്റെ പേരാണ് യേശുക്രിസ്തു. ഇവിടെ ജനിച്ച അനന്തരം ദൈവമായവനല്ലേ യേശുക്രിസ്തു. അവൻ മുൻപേ ഉണ്ടായിരുന്നവൻ. അവൻ താണഭൂമിയിലേക്ക് മനുഷ്യനായി
വെളിപ്പെട്ടു. എന്തിനാ? നമ്മുടെ പാപം പരിഹരിച്ച് നമ്മെ രക്ഷിക്കുവാൻ, നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കുവാൻ. അതിനവൻ ചെയ്ത പ്രവൃത്തി എന്താ? ഇവിടെ ദൈവമായി അവതരിക്കപ്പെട്ട കഥകളുണ്ട്, ദൈവസങ്കല്പങ്ങളുണ്ട്.